ശ്രീ പി വി അൻവർ, താങ്കളുടെ ദീർഘമായ വാർത്താ സമ്മേളനം കണ്ടു, താങ്കൾ പുറത്തുവിട്ട ശബ്ദരേഖയും കേട്ടു. അപ്പോൾ താങ്കൾ ഉന്നയിക്കുന്നത് ADGP MR അജിത് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ താങ്കളുടെ പക്കൽ തെളിവുകളുണ്ട് എന്നും പറയുന്നു. ആ തെളിവുകളടക്കമാണോ താങ്കൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത്? താങ്കൾ എത്ര തവണ P ശശിയോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്? ഇത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അറിവുമില്ല എന്ന് താങ്കൾ പറയുന്നത് എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയോടാണ്. CM-ഉമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ആ സമയത്ത്, അതായത് സാജൻ സ്കറിയ കേസ് നടക്കുന്ന സമയത്ത് അവസാനം സാജൻ സ്കറിയ രക്ഷപ്പെട്ട് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് അവനെ ഇവിടെ നിന്ന് ഒളിച്ച് നടക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തത് പോലീസാണ്. പോലീസിലതിൽ ഡബിൾ ഗെയിം ഉണ്ട് എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവമായി എടുക്കണം, അല്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമാണ്. ഈ ഗവൺമെൻറ്റിനെതിരെ, പാർട്ടിക്കെതിരെ, നാടിനെതിരെ, സമൂഹത്തിനെതിരെ, ഈ രാജ്യത്തിനെതിരെയൊക്കെ ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്ന ഒരുത്തനെ ഇങ്ങനെ ഒരു സാഹചര്യം പോലീസിൻ്റെ വയർലെസ് അടക്കം ചോർത്തിയിട്ട് നടപടിയെടുത്തില്ലെങ്കിൽ ഇത് വലിയ അപകടം ഉണ്ടാക്കുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമാണോ, അതോ ഈ കള്ളക്കടത്ത് സംഘവുമായി ADGPക്ക് ബന്ധമെന്ന് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന തെളിവ് അത് കൈമാറിയിട്ടുണ്ടോ? ഇല്ല 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 അന്ന് എനിക്ക് സത്യത്തിൽ അതറിയില്ല. ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഇത്രയും സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്, ഇവരൊക്കെ ഇതിൽ പാർട്ടാണെന്ന് എനിക്ക് സത്യസന്ധമായെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ MR അജിത് കുമാറിൻ്റെ പോക്ക് ഈ പാർട്ടിക്കും നാടിനും അപകടമാണ്. എൻ്റെ അനുഭവം തന്നെ എൻ്റെ മുന്നിലുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഞാൻ വ്യക്തിപരമായി നടത്തിയ അന്വേഷണത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ PV അൻവർ, ഞാൻ ഉണ്ണി ബാലകൃഷ്ണനാണ്. നോക്കൂ, ഇപ്പോൾ അങ്ങ് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനപ്രതിനിധിയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഭരണപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള MLA ആണ്. അങ്ങ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞൊരു വാക്ക്, ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. അങ്ങ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന, കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്ന, പ്രതിപക്ഷത്തിനു വേണ്ടി ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എന്നാണ്. നോക്കൂ, സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറഞ്ഞാൽ അയാളാണ് ഏറ്റവും പ്രമുഖനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. ഏത് സർക്കാരും അവർക്ക് വിശ്വസ്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കാൻ ഏൽപ്പിക്കുക. ഇവിടെ MR അജിത് കുമാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത് കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നയാൾ, കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നയാൾ, പ്രതിപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. ഇക്കാര്യത്തിലൊന്നും ഒരു വിവരവുമില്ലാതെ മൂഢനായിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെയാണോ താങ്കൾ അവതരിപ്പിക്കുന്നത്? അല്ല, ഇപ്പോഴല്ലേ ഉണ്ണി ഇത് അവതരിപ്പിച്ചത്. ഈ കാര്യം ഇപ്പോഴല്ലേ വെളിപ്പെടുത്തിയുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂറല്ലേ ആയുള്ളൂ. അപ്പം തന്നെ മുഖ്യമന്ത്രി ഇതിന് ചാടി വീഴണോ? ഈ നിമിഷം ഇപ്പോൾ 1 മണിക്കൂർ മുമ്പല്ലേ പ്രിയപ്പെട്ട ഉണ്ണി ഞാനിതിവിടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അങ്ങ് വെളിപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് ഈ കാര്യങ്ങൾ അറിയേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണല്ലോ മുഖ്യമന്ത്രി. താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയെക്കുറിച്ചൊന്നും പറയേണ്ട, അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കില്ല എന്ന്. ഞാൻ മുഖ്യമന്ത്രി ഇതിനകത്ത് കുഴപ്പത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയുമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണല്ലോ ഈ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന നടത്തുന്നു. അതിൽ താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞു. ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് പല ആളുകളും പറഞ്ഞു കൊടുത്തു, സിഖുകാരെ മാറ്റണമെന്ന്, മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുത്തു, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു അപകടത്തിൽ നിൽക്കുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞു, ഈ പറയുന്ന അമ്പലത്തിൻ്റെയും പള്ളിക്കും അകത്ത് വലിയൊരു കിണറുണ്ട്, ആ കിണറിൽ വീഴാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി അറിയുന്നില്ല, പാർട്ടി അറിയുന്നില്ല. അങ്ങനൊരു സാഹചര്യമുണ്ടോ കേരളത്തിൽ? അല്ല ഉണ്ണി, ഞാനാ പറഞ്ഞതിൻ്റെ സൂചന ഇപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഉണ്ണി ഇതിൽ മനസ്സിലാക്കണം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നുള്ള ഉണ്ണിൻ്റെ പ്രമാദമായ ചോദ്യം. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ ആരാണ് ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത്? കേരളത്തിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഈ പറയുന്ന ADGP അജിത് കുമാറല്ലേ? കള്ളൻ്റെ കയ്യിലല്ലേ താക്കോല്? പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ആരാ? പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ബ്രീഫ് ചെയ്യുന്ന ഏറ്റവും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് കളങ്കിതൻ. കള്ളനാണ്, കള്ളൻ. ആ കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്താൽ എങ്ങനെ ഈ വിവരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കിട്ടും? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ശ്രീ പി വി അൻവർ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ വ്യക്തിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ താങ്കൾ ഉന്നയിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അദ്ദേഹം നിശബ്ദനായി എന്നതിനപ്പുറം ADGP-യുമായി മറ്റു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്ന ഒരു ആരോപണം താങ്കൾക്കുണ്ടോ? താങ്കൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾക്ക് ഖണ്ഡിക്കാം. കാരണം താങ്കൾ ഭരണപക്ഷ MLA ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഇത്ര വലിയൊരു ആരോപണം പ്രതിപക്ഷത്തു നിന്ന് പോലും വരാതെ ഭരണപക്ഷത്തെ സ്വതന്ത്ര MLA ആയ താങ്കൾ അത് നടത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടു കൂടിയുള്ള വെളിപ്പെടുത്തലായി ഞാൻ ഇതിനെ ചൂണ്ടിക്കാണിച്ചാൽ താങ്കൾ നിഷേധിക്കും? അത് തീർത്തും തെറ്റാണ്. ഞാൻ P. ശശിക്കെതിരെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ഞാൻ ശശിക്ക് എന്താ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണിത്. അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നവകേരള സദസ്സുമായി ഉണ്ടായ വിഷയം ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ് അരീക്കോടുണ്ടായ സംഭവം ഈ രീതിയിലാണ്. 7600 ആളുകൾ അവിടെ വന്നു, അവർ പരാതി തന്നു, അവർക്കൊരു പ്രശ്നവും ഇല്ല, അവർ മടങ്ങിപ്പോയി. പിന്നെ ഒരു യൂട്യൂബർ വന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നത്തിന് ഞാൻ എന്ത് ഉത്തരം പറയണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാലക്കാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അതിന് വിരുദ്ധമായി മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല, യൂട്യൂബറെ തല്ലിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്രമം നടത്തിയിട്ടുണ്ട്, DYFI പ്രവർത്തകർ കവർച്ച നടത്തി ഫോൺ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് FIR ഇടുന്നു. എന്താ ഇടിച്ചത്? ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു എന്ന്. എൻ്റെ ഉണ്ണി, ഇരുമ്പ് റിങ് എന്ന് പറയുന്ന മോതിരം പച്ച മലയാളത്തിൽ, കോടതി എന്താ ഈ ഇരുമ്പ് റിങ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇരുമ്പ് റിങ് കൊണ്ടുവന്ന് ഇവനെ അടിച്ചിരിക്കുകയല്ലേ? എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള പരാതികളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള അശ്രദ്ധയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ പോസ്റ്റിലിരിക്കുന്ന അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനാണ്. ഈ ഷുഡ് അനലൈസ് ദ പൊളിറ്റിക്സ് ആൻഡ് റിപ്പോർട്ട് ടു ദ CM. അത് നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രി ഇടപെടില്ലേ? അരീക്കോട് ഇഷ്യൂ തന്നെ നിങ്ങൾ ആലോചിക്കൂ. ഈ അരീക്കോട് ഇഷ്യൂ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റാൻഡേ ഉള്ളൂ, ഒരു വാക്കേ ഉള്ളൂ. ആ പറഞ്ഞ വാക്കിന് വിപരീതം മുഖ്യമന്ത്രി ഇടപെടില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ മുഖ്യമന്ത്രി ഇത് അറിയുമെന്ന് പറയുന്നത്? താങ്കൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് പാർട്ടിയുടെ അറിവോട് കൂടിയാണോ ശ്രീ പി വി അൻവർ? പാർട്ടി അറിഞ്ഞിട്ടാണോ? ഈ തെളിവുകൾ താങ്കൾ ഇതാദ്യമായി പുറത്തേക്ക് വിടുന്നു. ആരോടും പറഞ്ഞിട്ടില്ല, പാർട്ടിയോടും പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ താങ്കൾ ഇത് വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിടാം എന്നാലോചിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ ചെയ്തതിന് കാരണം ഈ പാർട്ടി സെക്രട്ടറിയോട്, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു. അപ്പോൾ പുള്ളി പറയും അങ്ങനെ പല ആരോപണം ഉണ്ടാവും MLA, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നു. ഈ പെറ്റി കേസിൻ്റെ കാര്യങ്ങൾ നിരവധി തവണ അദ്ദേഹത്തോട് പറഞ്ഞതാ, സൂചിപ്പിച്ചതാ. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ജനങ്ങളെ എതിരാക്കുക. എന്നിട്ട് എന്താ പറയുക, ഞങ്ങൾക്ക് നിർദ്ദേശമാണ് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് പെറ്റി കേസ് നടക്കുമ്പോൾ. എന്നിട്ട് ആളുകൾ വരും, എന്താണ് MLA, ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ? സാധാരണ തൊഴിലാളികൾ 2 ആളും 3 ആളും കൂടി ഒരു ബൈക്ക് പിരിവിട്ട് വാങ്ങിയിട്ടാണ് അവർ തൊഴിലിന് വന്നത്. അവർക്ക് 2000, 5000 ഫൈന് വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ. ഇതൊക്കെ എന്താണിത്? ഇതൊക്കെ എത്ര പ്രാവശ്യം അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 5-6 മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം ഞാൻ ഒന്നും പറയാറില്ല.